എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്ക്കാൻ പോകുന്നത് 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ക്രോപ്പ് ടോപ്പാണ്. നമ്മൾ പട്ടുപാവാടയ്ക്കൊക്കെ തയ്ക്കാൻ പറ്റിയൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ബോ വെച്ചിട്ടുണ്ട്. ബോൻ്റെ വീഡിയോയും സ്കേർട്ടിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ആദ്യം ഇവിടെ ലൈനിങ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിലാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് ഒരു 5.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് നെക്കിനായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി പോർഷൻ നമ്മുടെ ഷോൾഡർ ലെങ്ത്താണ്. താഴോട്ടേക്ക് നമ്മൾ എടുക്കുന്നത് 5 ഇഞ്ചാണ്. ഇനി നമ്മൾ ചെസ്റ്റ് എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി താഴോട്ടായിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കുന്നത് 11 ഇഞ്ചാണ്. ഇനി നമുക്ക് നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. താഴോട്ട് നമ്മൾ നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് 3 ഇഞ്ചാണ്. അല്ലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീതി എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ മാർക്കിംഗ് എല്ലാം കൂടി ഒന്ന് ബോക്സ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളൊന്ന് കട്ടിയിൽ വരച്ചെടുത്തിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഒന്ന് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടയാളം കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ നെക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോള് ചെറുതായി ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് എടുക്കുക. മെയിൻ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. അതിന് ആം ഹോൾ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടിലേക്കുള്ള ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബാക്കിലുള്ള നെക്കാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. 2.5 ഇഞ്ച് നമുക്ക് വീതി അടയാളപ്പെടുത്തി കൊടുക്കാം. താഴോട്ട് നമ്മൾ എടുക്കുന്നത് 2 ഇഞ്ചാണ്. ഇനി അവിടെ നിന്നും താഴേക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പകുതിയിൽ, അതായത് 2 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കാം. ഇനി ആ 2 ഇഞ്ചിൽ നിന്നും നമുക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇവിടെ നിന്നും ഇവിടോട്ടായിട്ട് ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കാം. ഇനി മുകൾ ഭാഗത്തെ സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഇനി മുകളിൽ വരച്ചിട്ടുള്ള ഈ ഒരു ബോക്സിനകത്തേക്ക് നമ്മുടെ റൗണ്ട് നെക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ അടയാളം നമുക്ക് ചെറുതായിട്ട് കാണും, അതിലൂടെ നമുക്കൊന്ന് വരച്ചെടുക്കാം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർ ബോസ് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ ഫ്രോക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം ഇതുപോലെ എടുക്കുക. എന്നിട്ട് നല്ല വശത്ത് അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് ക്ലോത്തും ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിൻ കുത്തി കൊടുക്കാം. തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ കുത്തി കൊടുക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. ഇതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെയും നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. അടുത്ത ആം ഹോളും നമുക്ക് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. ഇനി താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് വിട്ടിട്ട് താഴ്ഭാഗം കൂടെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇനി 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നെക്കിൽ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. അതുപോലെ തന്നെ ആം ഹോളിലും കട്ടിങ് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കൊന്ന് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് താഴ്ഭാഗവും അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. അതുപോലെ തന്നെ നല്ല ഭാഗം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായി ലൈനിങ് ക്ലോത്ത് വയ്ക്കുക. ഇതും നമുക്ക് പിൻ കുത്തി വെച്ചതിന് ശേഷം ഈ മാർക്കിങ്ങിലൂടെ തയ്ച്ചെടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ആം ഹോളിൻ്റെ അവിടെയും 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം.
ഇനി താഴ്ഭാഗവും നമുക്കിതുപോലെ തന്നെ ഒന്ന് 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി താഴ്ഭാഗം കൂടി നമുക്ക് അരികു വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ വെച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗവും ബാക്കിൻ്റെ നല്ല ഭാഗം കൂടി ചേർത്ത് വെച്ച് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അടുത്ത ഷോൾഡറും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ജോയിൻ്റ് ചെയ്യാം. ഇനി ഇതുപോലെ നിവർത്തി വച്ചതിന് ശേഷം നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആം ഹോളാണ്. ആം ഹോൾ ഇതാ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്ത സൈഡും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ ഈ ക്ലോത്തിനെ ഇതുപോലെ മടക്കിയെടുക്കാം. മടക്കിയിട്ട് നമ്മളുടെ സൈഡ് ഭാഗം 1 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡോരി തയ്ക്കുന്നത് പോലെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ചെറിയൊരു ഡോരി പോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്ക് പോർഷനിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. ഞാൻ പേളുകൾ വെച്ചിട്ട് നെക്കൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് പോർഷനിൽ ഇതുപോലെ ഒരു ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബോ വെച്ചിട്ടുണ്ട്. ബോയിലും നമ്മൾ പേള് ആഡ് ചെയ്തിട്ടുണ്ട്. ബോൻ്റെ വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.